ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളി ചെന്നൈയിലെത്തിച്ച് പ്രമുഖരുടെ നേതൃത്വത്തിൽ പൂജ നടത്തിയിട്ടുള്ള കണ്ടെത്തലാണ് ഇന്നുണ്ടായിരിക്കുന്നത്. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉടൻ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്തായാലും ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയത്തിൽ താൻ തുറന്നുവിട്ട ഭൂതം തന്നെ വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സിന്ദൂരി, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി പുറത്ത്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ച് പ്രചരണം നടത്തി താൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നതുൾപ്പെടെയുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഉന്നതരായിട്ടുള്ള ആളുകളിൽ നിന്ന് സാമ്പത്തിക പണപ്പിരിവ് നടത്തി എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് എത്തിക്കുകയും അവിടെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആളുകളുടെ നേതൃത്വത്തോടെ ഇത്തരത്തിൽ വലിയ പൂജ നടക്കുകയും ചെയ്യുന്ന വിവരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇതിനും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹാജരാകാനാണ്, ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തിനാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തുടക്കം മുതലുള്ള വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് പുറത്തു വന്ന വിവരങ്ങളും അത് ഒരു തരത്തിൽ ശരിയാണ് എന്ന് വെക്കുന്നത് തന്നെയാണ് ഈ ഇന്ന് പുറത്തു വന്ന വാർത്തകളും. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്തിനേലും ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഉടനെ തന്നെ ഈ വിവരം. അതായത് 1999 മുതലുള്ള ഈ 2025 വരെയുള്ള ശബരിമലയിലെ ഇടപെടലുകളെ കുറിച്ചുള്ള വിശദമായ അല്ലെങ്കിൽ സമഗ്രമായ അന്വേഷണം ഹൈക്കോടതിയോട് വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിൻ്റെ നിയമ നടപടികളിലേക്ക് ഉടനെ തന്നെ കടക്കും എന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. സിന്ദൂരി.